മോൺസ്റ്റർവേഴ്സിലെ ഏറ്റവും പവർഫുൾ ആയ ഒരു ടൈറ്റനാണ് ഗോഡ്സില്ല. ഗോഡ്സില്ല മാർവൽ യൂണിവേഴ്സിലേക്ക് എത്തിയാലോ? മാർവൽ യൂണിവേഴ്സിലെ ഹീറോസ് ആയ ഫാന്റാസ്റ്റിക് ഫോറും അവഞ്ചേഴ്സും എക്സ്മെനും എല്ലാം ഗോഡ്സില്ലയെ ഇല്ലാതാക്കാൻ ഒരുമിച്ചാലോ? സോ ഗോഡ്സില്ലയും മാർവൽ യൂണിവേഴ്സിലെ ഹീറോസും തമ്മിൽ ഒരു പോരാട്ടം നടന്നാൽ ആരാകും ആ പോരാട്ടത്തിൽ വിജയിക്കാൻ സാധ്യത? ഇവർ തമ്മിലുള്ള പോരാട്ടം ഒരു സാധാരണ പോരാട്ടമാകാൻ സാധ്യതയില്ല. 2025 പുറത്തിറങ്ങിയ ഗോഡ്സില്ല ഡിസ്ട്രോയ്സ് ദ മാർവൽ യൂണിവേഴ്സ് എന്ന കോമിക്കിന്റെ ഒന്നാമത്തെ ഇഷ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഗോഡ്സില്ലയുടെയും മാർവൽ യൂണിവേഴ്സിലെ ഹീറോസിന്റെയും വമ്പൻ പോരാട്ടങ്ങൾ ഈ കോമിക്കിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. സോ ഒരുപാട് പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ഒരു കാലത്ത് ഭൂമിക്കടിയിൽ മോൾമാൻ എന്ന് വിളിക്കപ്പെടുന്ന ശക്തനായ ഒരു രാജാവ് ജീവിച്ചിരുന്നു. മിക്ക രാജാക്കന്മാരെ പോലെയും തനിക്ക് കീഴടക്കാൻ സാധിക്കാത്തതിനെയെല്ലാം അവൻ വെറുത്തു. സർഫസ് വേൾഡിന്റെ അടിയിലുള്ളതെല്ലാം, അതായത് എർത്തിന്റെ അടിയിലുള്ളതെല്ലാം അവന്റേതായിരുന്നു. എന്നാലും സർഫസ് വേൾഡിനെയും കീഴടക്കാൻ മോൾമാൻ അതിയായി ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കെ അൺസ്റ്റേബിൾ മോളിക്യൂൾസാൽ നിറയപ്പെട്ട വൈബ്രേനിയത്തിന്റെ ഒരു കൂമ്പാരം മോൾമാന്റെ പ്രജകൾ കണ്ടെത്തി. തങ്ങൾ കണ്ടെത്തിയ വൈബ്രേനിയം ഉപയോഗിച്ച് അവർ മോൾമാന് വേണ്ടി ഒരു പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ നിർമ്മിച്ചു കൊടുക്കുന്നു. മോൾമാൻ അത്ര ബുദ്ധിയുള്ള രാജാവായിരുന്നില്ല. അവൻ ബുദ്ധിയുള്ളവനായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യത്തില്ലായിരുന്നു. അതായത് മോൾമാൻ തന്റെ ആയുധത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്യുവർ എനർജി എർത്തിന്റെ കോറിലേക്ക് അയക്കുന്നു. ആ പ്യുവർ എനർജി എർത്തിന്റെ കോറിലേക്ക് പതിച്ചതും എന്തോ ഒന്ന് ഒരു വലിയ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു. അത്ര മനോഹരമല്ലാത്ത 4 ദിവസങ്ങൾക്ക് ശേഷം മാൻഹാട്ടനിലെ ഫാന്റാസ്റ്റിക് ഫോറിന്റെ ആസ്ഥാനമായ ബാക്സ്റ്റർ ബിൽഡിംഗിൽ തുടർച്ചയായിട്ടുണ്ടാവുന്ന ഭൂമികുലുക്കത്തെ പറ്റി നിരീക്ഷിക്കുകയാണ് റീഡ് റിച്ചാർഡ്സ് അഥവാ മിസ്റ്റർ ഫാന്റാസ്റ്റിക്. മാൻഹാട്ടനിൽ മാത്രമല്ല ആഗോള തലത്തിൽ ഉണ്ടാകുന്ന ഭൂമികുലുക്കത്തെ പറ്റിയും എർത്തിന്റെ സർഫസിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള കാരണം റീഡ് റിച്ചാർഡ്സ് കണ്ടുപിടിക്കുന്നു. അതായത് എന്തോ ഒന്ന് ഭൂമിക്ക് വെളിയിലേക്ക് വരാൻ പോകുന്നു. പെട്ടെന്ന് തന്നെ കണ്ണടിച്ചു പോകുന്ന തരം ഒരു ലൈറ്റ് ബീം ആകാശത്തേക്ക് ഉയരുന്നതോടൊപ്പം തന്നെ ഭൂമിയാകെ വിറയൽ കൊണ്ടു. അതെ, ഭൂമിക്കടിയിൽ നിന്ന് ഒരു സെലസ്റ്റിയൽ ഉയർന്നു പൊങ്ങുന്നു. സെലസ്റ്റിയൽസ് കോസ്മിക് ബീയിങ്സ് ആണ്. അവർ വളരെ പവർഫുൾ ആണ്. സെലസ്റ്റിയൽസിന്റെ വരവ് അവർക്ക് ചുറ്റുമുള്ള എന്തിനും സർവനാശം വിതയ്ക്കും. സെലസ്റ്റിയലിനെ തടയാൻ റീഡ് റിച്ചാർഡ്സിന് എന്തെങ്കിലും കണ്ടുപിടിച്ചേ മതിയാകൂ. എന്നാൽ അതിന് നല്ല സമയം വേണ്ടിവരും. അതിനുവേണ്ടി ജോണി സ്റ്റോം ഹ്യൂമൻ ടോർച്ച് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് സെലസ്റ്റിയലിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ ഫാന്റാസ്റ്റിക് ഫോറിനോട് സഹായം ചോദിച്ചുകൊണ്ട് മോൾമാൻ സർഫസ് വേൾഡിലേക്ക് എത്തി. മോൾമാനെ കണ്ടതും റീഡ് റിച്ചാർഡ്സ് അദ്ദേഹത്തോട് ചോദിക്കുവാണ്, മോൾമാൻ, നീ എന്താണ് ചെയ്തത്? ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് സെലസ്റ്റിയൽ ഉയർന്നു പൊങ്ങിയത് എന്നൊക്കെ. അതിന് മറുപടിയായിട്ട് മോൾമാൻ പറയുവാണ്, യഥാർത്ഥ പ്രശ്നം സെലസ്റ്റിയൽ അല്ല, ദേ അതാണ്. പെട്ടെന്ന് തന്നെ ഭൂമിക്കടിയിൽ നിന്നും എല്ലാം നശിപ്പിച്ചുകൊണ്ട് സർഫസ് വേൾഡിലേക്ക് എത്തുകയാണ് കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഗോഡ്സില്ല. ആക്ച്വലി ആ സെലസ്റ്റിയല് ഗോഡ്സില്ലയുടെ പക്കൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയതാണ് സർഫസ് വേൾഡിലേക്ക്. ഗോഡ്സില്ലയും സെലസ്റ്റിയലും തമ്മിൽ ഒരു വമ്പൻ പോരാട്ടം നടക്കുന്നു. സർഫസ് വേൾഡിനെ കീഴടക്കാൻ തനിക്ക് സാധിച്ചില്ലെങ്കിലും സർഫസ് വേൾഡിനെ നശിപ്പിക്കാൻ മോൾമാൻ പണ്ടേ സ്വപ്നം കണ്ടതാണ്. ഒരു പക്ഷേ ഈ വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം കാരണം മോൾമാന്റെ ആഗ്രഹം സാധിച്ചേക്കാം. ബഹിരാകാശത്തെ അനന്തമായ ശൂന്യതയും പ്ലാനറ്റുകളുടെ മധ്യഭാഗത്തെ ചുട്ടുപഴുത്ത നരകങ്ങളെയും അതിജീവിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് സെലസ്റ്റിയൽസ് എന്ന കോസ്മിക് ബീയിങ്സ്. പക്ഷേ ഗോഡ്സില്ല എന്ന ടൈറ്റനെ അതിജീവിക്കാൻ സെലസ്റ്റിയലിന് സാധിച്ചില്ല. ആ വമ്പൻ പോരാട്ടത്തിന്റെ അവസാനത്തോടെ ഗോഡ്സില്ല സെലസ്റ്റിയലിന്റെ തല അങ്ങോട്ട് പിടിച്ച് ഞെരിച്ചിട്ട് സെലസ്റ്റിയലിന്റെ തല പിഴുതെടുക്കുന്നു. അതെ, ഗോഡ്സില്ല സെലസ്റ്റിയലിനെ കൊന്നിരിക്കുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തനായ ഒരു കോസ്മിക് ബീയിങ് ആയ സെലസ്റ്റിയലിനെ ഗോഡ്സില്ല കൊന്നത് കണ്ട ഫാന്റാസ്റ്റിക് ഫോർ പേടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പരിഭ്രാന്തിയിൽ നിൽക്കുന്നു. ആരും ഒന്നനങ്ങുക പോലും ചെയ്യരുത്, ആരും മണ്ടത്തരമൊന്നും പ്രവർത്തിക്കരുത് എന്നൊക്കെ ഭൂമിയിലെ സ്മാർട്ടസ്റ്റ് മാൻ എന്ന് വിളിക്കപ്പെടുന്ന റീഡ് റിച്ചാർഡ്സ് ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ മോൾമാൻ ഇവിടെ ഒരു മണ്ടത്തരം പ്രവർത്തിക്കുകയാണ്. മോൾമാൻ തനിക്ക് പുതിയതായിട്ട് ലഭിച്ച വൈബ്രേനിയം കൊണ്ട് നിർമ്മിതമായ തന്റെ വെപ്പണിൽ നിന്ന് പുറപ്പെടുന്ന പവർഫുൾ ആയിട്ടുള്ള ബീം ഗോഡ്സില്ലയ്ക്ക് നേരെ പ്രയോഗിക്കുന്നു. മോൾമാന്റെ ആക്രമണം ഗോഡ്സില്ലയെ നന്നായിട്ട് വേദനിപ്പിച്ചു. കലിപ്പും വേദനയും വന്ന ഗോഡ്സില്ല പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. അതൊരു ഒന്നൊന്നര നോട്ടമായിരുന്നു. ഇതേ സമയത്ത് കലിപ്പ് കയറിയ റീഡ് റിച്ചാർഡ്സ് തന്റെ കൈ വലിച്ചു നീട്ടി മോൾമാന് ഒറ്റ പഞ്ച് കൊടുത്ത് അവിടെ നിന്നും തെറിപ്പിക്കുന്നു. ഗോഡ്സില്ല ഫാന്റാസ്റ്റിക് ഫോറിന് നേരെ നടന്നു വരികയാണ്.
ഗോഡ്സില്ല അവരെ ചവിട്ടി മെതിക്കാൻ പോകുമ്പോൾ സ്യൂസ്റ്റോം തന്റെ അതിശക്തമായ ഫോഴ്സ് ഫീൽഡുകൾ ഉണ്ടാക്കി ഗോഡ്സില്ലയുടെ ആക്രമണത്തിൽ നിന്ന് ഫാന്റാസ്റ്റിക് ഫോറിനെ രക്ഷപ്പെടുത്തുന്നു. ഒട്ടും സമയം പാഴാക്കാതെ റീഡ് റിച്ചാർഡ്സ് എർത്തിലെ മറ്റു സൂപ്പർ ഹീറോസിനെ കൂടെ ഗോഡ്സില്ലയെ നേരിടാൻ അവിടേക്ക് വിളിക്കുന്നു. മോൾമാന്റെ വൈബ്രേനിയം സ്റ്റാഫ് കയ്യിലെടുത്ത റീഡ് റിച്ചാർഡ്സിന് ഒരു കാര്യം മനസ്സിലായി. അതായത് ഈ വെപ്പൺ കാരണമാണ് സെലസ്റ്റിയലും ഗോഡ്സില്ലയും സർഫസ് ഫീൽഡിലേക്ക് എത്തിയതെന്നും താൻ ഇതുവരെയും പരിശോധിച്ച വൈബ്രേനിയത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് മോൾമാന്റെ സ്റ്റാഫിലെ വൈബ്രേനിയം എന്നുമൊക്കെ. മിനിറ്റുകൾക്ക് ശേഷം മറ്റ് അവഞ്ചേഴ്സും ഗോഡ്സില്ലയെ തടയാനായിട്ട് അവിടേക്ക് എത്തി. ക്യാപ്റ്റൻ അമേരിക്ക, ക്യാപ്റ്റൻ മാർവൽ, ബ്ലാക്ക് പാന്തർ, വാണ്ട മാക്സിമോഫ്, ക്യുക്ക് സിൽവർ എന്നിവരൊക്കെയാണ് അവിടേക്ക് എത്തിയത്. ഗോഡ്സില്ല ഒരു ബിൽഡിങ്ങിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടക്കുകയാണ്. സ്യൂസ്റ്റോം തന്റെ ഫോഴ്സ് ഫീൽഡുകളുടെ സഹായത്തോടെ ഗോഡ്സില്ലയുടെ ആക്രമണത്തിൽ നിന്ന് ആ ബിൽഡിങ്ങിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ക്യുക്ക് സിൽവർ അതിവേഗത്തിൽ ആ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന എല്ലാ സിവിലിയൻസിനെയും രക്ഷപ്പെടുത്തി ബിൽഡിങ്ങിന്റെ വെളിയിലേക്ക് കൊണ്ടുവന്നു. എക്സ്മെൻ എന്ന ടീം എർത്തിന് വെളിയിലാണെന്ന് സ്യൂസ്റ്റോം ഇവിടെ പറയുന്നുണ്ട്. എന്തായാലും സ്യൂസ്റ്റോമിന്റെ ഫോഴ്സ് ഫീൽഡുകൾക്ക് അധിക നേരം ആ ബിൽഡിങ്ങിനെ സംരക്ഷിക്കുവാൻ സാധിച്ചില്ല. അതെ, ഗോഡ്സില്ല സ്യൂസ്റ്റോമിന്റെ ഫോഴ്സ് ഫീൽഡുകളെ ഭേദിച്ച് ആ ബിൽഡിംഗ് തകർത്ത് തവിടുപൊടിയാക്കിയിരിക്കുന്നു. ഗോഡ്സില്ലയെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഗോഡ്സില്ലയുടെ കയ്യിൽ ദ തിങ് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഗോഡ്സില്ലയുടെ ആക്രമണം കണ്ടിട്ട് അവഞ്ചേഴ്സ് എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എല്ലാവരും ഇവിടെ റീഡ് റിച്ചാർഡ്സിനെ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. കാരണം മോൾമാന്റെ വൈബ്രേനിയം സ്റ്റാഫ് എടുത്തോണ്ടാണ് റീഡ് റിച്ചാർഡ്സ് ബാക്സ്റ്റർ ബിൽഡിംഗിലേക്ക് പോയിരിക്കുന്നത്. ഗോഡ്സില്ലയെ തറ പറ്റിക്കാൻ അദ്ദേഹം തീർച്ചയായിട്ടും എന്തെങ്കിലും കണ്ടുപിടിക്കാതിരിക്കത്തില്ല എന്ന് അവഞ്ചേഴ്സിന് നന്നായിട്ട് അറിയാം. ക്യാപ്റ്റൻ അമേരിക്ക പറയുന്നത് ഗോഡ്സില്ലയെ കടലിലേക്ക് തന്നെ തിരികെ അയക്കാമെന്നാണ്. എന്നാൽ റീഡ് റിച്ചാർഡ്സ് അതിന് സമ്മതിക്കുന്നില്ല. ഗോഡ്സില്ലയെ കടലിലേക്ക് അയക്കുന്നതിന് പകരം ബാക്സ്റ്റർ ബിൽഡിങ്ങിന് നേരെ അയക്കാനാണ് റീഡ് റിച്ചാർഡ്സ് ക്യാപ്റ്റൻ അമേരിക്കയോട് പറയുന്നത്. കാരണം ഗോഡ്സില്ലയെ ഇല്ലാതാക്കാനുള്ള എന്തോ ഒരു സൊല്യൂഷൻ റീഡ് റിച്ചാർഡ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ ഗോഡ് ഓഫ് തണ്ടറായ തോർ അവിടേക്ക് എത്തി. ഇത്രയും വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ട് താൻ ലേറ്റ് ആയിട്ട് വന്നതിന് ആദ്യം തന്നെ അദ്ദേഹം എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. എന്തായാലും വേണ്ടിയില്ല, എല്ലാവരുടെയും പ്രാർത്ഥന തോർ കേട്ടല്ലോ. മാൻഹാട്ടനിൽ നിന്ന് വേഗം പൊക്കോളൂ, അല്ലെങ്കിൽ എന്റെയും ഉറു മെറ്റലിന്റെ കോപത്തെ നേരിടാൻ നീ തയ്യാറായിക്കോളൂ എന്നൊക്കെ തോർ ഗോഡ്സില്ലയോട് പറയുന്നു. എന്നാൽ ഗോഡ്സില്ല അതൊന്നും വകവെക്കാതെ മുന്നോട്ട് നടക്കുന്നു. ഇവിടെ തോർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിക്കുന്നു. ഗോഡ്സില്ല തന്റെ വാൽ ഉപയോഗിച്ച് തോറിനെ ഒറ്റയടി. ഗോഡ്സില്ലയുടെ വാല് കൊണ്ടുള്ള പ്രഹരത്തിൽ ഭൂമിക്ക് വെളിയിലേക്ക് തെറിച്ചു പോവുകയാണ് തോർ. ഗോഡ്സില്ലയുടെ അടിയിൽ ബോധരഹിതനായ തോറിനോടൊപ്പം അദ്ദേഹത്തിന്റെ രക്തവും സ്പേസിൽ അദ്ദേഹത്തോടൊപ്പം ഒഴുകി നടക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഞെട്ടിത്തെറിച്ചു നിന്ന ക്യാപ്റ്റൻ മാർവൽ പറയുവാണ്, ഞാൻ പോയിട്ട് നമ്മുടെ ദൈവത്തെ തിരികെ കൊണ്ടുവരാമെന്ന്. ഒരു പക്ഷേ ക്യാപ്റ്റൻ മാർവൽ ഇവിടെ തോറിനെ ഊക്കിയതാവാനാണ് സാധ്യത. ഗോഡ്സില്ലയെ പറ്റി റീഡ് റിച്ചാർഡ്സ് വളരെ ബ്രീഫ് ആയിട്ട് തന്നെ അവഞ്ചേഴ്സിനോട് പറയുന്നു. ആ ടൈറ്റന്റെ പേര് ഗോഡ്സില്ല എന്നാണെന്നും ഗോഡ്സില്ലയുടെ വരവ് ചില സമയത്ത് ഒരു ശാപമാണെങ്കിലും ചില സമയത്ത് ലോകത്തിന് അതൊരു അനുഗ്രഹമായിരുന്നു. മോൾമാൻ ആ വൈബ്രേനിയം വെപ്പൺ കണ്ടെത്തിയതോടെ ഒരു നീണ്ട ഉറക്കത്തിൽ നിന്ന് ഗോഡ്സില്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മോൾമാന്റെ വൈബ്രേനിയം സ്റ്റാഫ് ഗോഡ്സില്ലയെ വളരെയധികം അസ്വസ്ഥനാക്കിയിരിക്കുന്നു എന്നൊക്കെ. മോൾമാന്റെ വൈബ്രേനിയം സ്റ്റാഫ് കയ്യിലെടുത്ത ബ്ലാക്ക് പാന്തർ ഒന്ന് അതിശയിക്കുന്നു. കാരണം 1000-ഓ 10,000-ഓ വർഷങ്ങൾ കൂടുമ്പോൾ മാത്രമേ വൈബ്രേനിയത്തിന്റെ ഇത്തരമൊരു വേർഷൻ ഉണ്ടാവത്തുള്ളൂ. ഗോഡ്സില്ലയെ പരാജയപ്പെടുത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും റീഡ് റിച്ചാർഡ്സ് സജ്ജമാക്കിയിരിക്കുന്നു. ഗോഡ്സില്ല ഇനി ബാക്സ്റ്റർ ബിൽഡിങ്ങിന് നേരെ വന്നാൽ മാത്രം മതി. ഇതേ സമയത്ത് ദ തിങ് ഗോഡ്സില്ലയുടെ കയ്യില് ഒറ്റക്കടി. ഗോഡ്സില്ലയുടെ കൈ നന്നായിട്ട് വേദനിച്ചതുകൊണ്ട് തന്നെ ഗോഡ്സില്ല ദ തിങ്ങിനെ ഒരു ബിൽഡിങ്ങിലേക്ക് എടുത്ത് ഒരൊറ്റ ഏറ്. ദ തിങ് ചെന്ന് വീണതോ ഡെയിലി ബ്യൂഗിളിന്റെ ബിൽഡിങ്ങിലേക്കാണ്. അതും സാക്ഷാൽ ജെ ജോണ ജെയിംസന്റെ ഓഫീസിലേക്ക്. സ്പൈഡർമാൻ ലിസാർഡിന്റെ സെറം കുടിച്ച് അവൻ ജയന്റ് മോൺസ്റ്ററായി മാറിയിരിക്കുന്നു. ഹോ, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ദ തിങ് ജെ ജോണ ജെയിംസനെ പറ്റിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് പറയുമ്പോൾ ആ പൊട്ടൻ ജെ ജോണ ജെയിംസൺ അതങ്ങ് വിശ്വസിക്കുന്നു. വാണ്ട മാക്സിമോഫ് അഥവാ സ്കാർലറ്റ് വിച്ച് തന്റെ ഹെക്സ് എബിലിറ്റീസ് പ്രയോഗിച്ചിട്ടും അതൊന്നും തന്നെ ഗോഡ്സില്ലയെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വാണ്ട മാക്സിമോഫും സ്യൂസ്റ്റോമും ഡോക്ടർ സ്ട്രേഞ്ചിനെ വിളിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഇതേ സമയത്ത് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സാങ്ക്ടം സാങ്ക്ടോറത്തിൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, സോഴ്സറർ സുപ്രീമായ ഡോക്ടർ സ്ട്രേഞ്ച് ഇപ്പോൾ ഇന്റർ ഡയമെൻഷണൽ പാരസൈറ്റുകളുമായിട്ട് പോരാടുകയാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിന് ഇപ്പോൾ അവഞ്ചേഴ്സിനെ സഹായിക്കാനായിട്ട് അവിടേക്ക് പോകാൻ സാധിക്കില്ല. ഇതേ സമയത്ത് ക്യാപ്റ്റൻ
അമേരിക്ക തന്റെ വൈബ്രേനിയം ഷീൽഡ് ഗോഡ്സില്ലയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം ഗോഡ്സില്ലയോട് പറയുവാണ്, ഗോഡ്സില്ല, നിനക്ക് ചിലപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് തോന്നിയേക്കാം. വളരെ ഭീമാകാരന്മാരായ, വളരെ കോപാകുലരായ പച്ച രാക്ഷസന്മാരെ വരെ കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങൾ. വളരെ കാലമായിട്ട് നിന്റെ ആക്രമണം തുടരുകയാണ്. ഒന്നെങ്കിൽ നിനക്ക് കടലിലേക്ക് തിരികെ പോയി വിശ്രമിക്കാം, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ തന്നെ തുടരാം, ഇവിടെ എന്നേക്കുമായിട്ട് വിശ്രമിച്ചുകൊണ്ട് എന്നൊക്കെ. ഇതൊക്കെ ഗോഡ്സില്ലയോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ അമേരിക്ക ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോയി. അതെ, ഗോഡ്സില്ല തന്റെ അറ്റോമിക് ബ്രത്ത് ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് നേരെ പ്രയോഗിക്കാൻ തയ്യാറാകുന്നു. കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് ആയ ഗോഡ്സില്ലയുടെ അറ്റോമിക് ബ്രത്തിനെ തന്റെ വൈബ്രേനിയം ഷീൽഡിന്റെ സഹായത്തോടെ ക്യാപ്റ്റൻ അമേരിക്ക തടയുന്നു. ഗോഡ്സില്ലയുടെ അറ്റോമിക് ബ്രത്ത് വൈബ്രേനിയം ഷീൽഡിലേക്ക് തട്ടിയതും അറ്റോമിക് ബ്രത്തിനെ ആഗിരണം ചെയ്ത വൈബ്രേനിയം ഷീൽഡ് ആ അറ്റോമിക് ബ്രത്തിനെ തിരികെ ഗോഡ്സില്ലയ്ക്ക് നേരെ അയക്കുന്നു. അറ്റോമിക് ബ്രത്ത് സ്വന്തം ശരീരത്തിലേക്ക് തന്നെ ഏറ്റതും ഗോഡ്സില്ല നിലം പതിക്കുന്നു. മാത്രമല്ല, അറ്റോമിക് ബ്രത്ത് പതിച്ച ആഘാതത്തിൽ ഗോഡ്സില്ലയുടെ ബോഡിയിൽ വലിയൊരു കുഴി രൂപപ്പെട്ടു. ഗോഡ്സില്ലയുടെ കുടലുമാല വരെ പുറത്ത് കാണാമെന്നർത്ഥം. ഗോഡ്സില്ല മരണപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഗോഡ്സില്ല മരണപ്പെട്ടിട്ടില്ല. ഗോഡ്സില്ലയുടെ ബോഡി ഹീൽ ചെയ്യാൻ ആരംഭിക്കുന്നു. ഗോഡ്സില്ലയെ ഡിഫീറ്റ് ചെയ്യാൻ റീഡ് റിച്ചാർഡ്സ് എന്ത് പദ്ധതിയാണ് തയ്യാറാക്കുന്നതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. അതായത് ഗോഡ്സില്ലയെ ഡിഫീറ്റ് ചെയ്ത് നെഗറ്റീവ് സോണിലേക്ക് അയക്കാനായിട്ട് റീഡ് റിച്ചാർഡ്സ് തന്റെ ബാക്സ്റ്റർ ബിൽഡിംഗിൽ ഒരു നെഗറ്റീവ് സോൺ ഗണ്ണ് നിർമ്മിച്ചിട്ടുണ്ട്. റീഡ് റിച്ചാർഡ്സ് പ്രതീക്ഷ പോലെ തന്നെ ഗോഡ്സില്ല ബാക്സ്റ്റർ ബിൽഡിങ്ങിനെ ലക്ഷ്യമാക്കി നടന്നു വരികയാണ്. റീഡ് റിച്ചാർഡ്സ് തന്റെ നെഗറ്റീവ് സോൺ ഗണ്ണൊക്കെ ചാർജ് ചെയ്ത് ഗോഡ്സില്ലയെ ഷൂട്ട് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നു. എന്നാൽ റീഡ് റിച്ചാർഡ്സ് ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല. ഗോഡ്സില്ലയുടെ ഒറ്റ പഞ്ചിൽ ബാക്സ്റ്റർ ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം മൊത്തത്തിൽ തകരുകയും റീഡ് റിച്ചാർഡ്സിന്റെ നെഗറ്റീവ് സോൺ വെപ്പൺ റിവേഴ്സ് ആയിട്ട് ബ്ലാക്ക് പാന്തർ ഒഴികെ ബാക്സ്റ്റർ ബിൽഡിംഗിൽ ഉണ്ടായിരുന്ന മറ്റെല്ലാവരും, അതായത് ക്യാപ്റ്റൻ അമേരിക്ക, റീഡ് റിച്ചാർഡ്സ്, സ്യൂസ്റ്റോം, ദ തിങ്, ഇവരെല്ലാവരും അപ്രത്യക്ഷരായി പോകുന്നു. ചുരുക്കം പറഞ്ഞാൽ ബാക്സ്റ്റർ ബിൽഡിംഗിന്റെ ഏറ്റവും മുകൾ ഭാഗം തന്നെ അപ്രത്യക്ഷമായി പോയി എന്ന് തന്നെ പറയാം. ഒരു പക്ഷേ അവർ അപ്രത്യക്ഷമായി പോയത് നെഗറ്റീവ് സോണിലായിരിക്കാം. ബാക്സ്റ്റർ ബിൽഡിംഗിന്റെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ട ബ്ലാക്ക് പാന്തറിനെ ക്യാപ്റ്റൻ മാർവൽ സുരക്ഷിതമായിട്ട് താഴേക്ക് കൊണ്ടുവന്നു. മോൾമാന്റെ വൈബ്രേനിയം സ്റ്റാഫ് ഇപ്പോൾ ബ്ലാക്ക് പാന്തറിന്റെ കയ്യിലാണ്. റീഡ് റിച്ചാർഡ്സ് അപ്രത്യക്ഷനായിരിക്കുന്നു. വൈബ്രേനിയം സ്റ്റാഫിനെ പറ്റി വിശദമായിട്ട് പഠിക്കാൻ ഇനി വക്കാണ്ടക്കാർക്ക് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ ബ്ലാക്ക് പാന്തർ ആ വൈബ്രേനിയം സ്റ്റാഫും എടുത്തുകൊണ്ട് വാണ്ട മാക്സിമോഫിന്റെ സഹായത്തോടെ വക്കാണ്ടയിലേക്ക് പോകുന്നു. ദ ഫാന്റാസ്റ്റിക് ഫോർ എന്ന ടീമിൽ ഇനി അവശേഷിക്കുന്നത് ജോണി സ്റ്റോം അഥവാ ഹ്യൂമൻ ടോർച്ച് മാത്രമാണ്. തന്റെ ഫാമിലി തന്റെ കൺമുന്നിൽ വെച്ച് അപ്രത്യക്ഷരായി പോയത് കണ്ട ജോണി സ്റ്റോം ആകെ വിഷമത്തിലാണ്. ക്യാപ്റ്റൻ മാർവൽ ജോണി സ്റ്റോമിനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. മാൻഹാട്ടനിലെ ഗോഡ്സില്ലയുടെ അഴിഞ്ഞാട്ടം അവസാനിച്ചിട്ടില്ല. തന്റെ കണ്ണിൽ കാണുന്നതെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഗോഡ്സില്ല മുന്നോട്ട് സഞ്ചരിക്കുന്നു. നിലവിലുള്ള അവഞ്ചേഴ്സിനെ കൊണ്ട് ഗോഡ്സില്ലയോട് പോരാടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അവഞ്ചേഴ്സ് ലോകത്തിലെ എല്ലാ സൂപ്പർ ഹീറോസിനെയും അവിടേക്ക് വരുത്തുന്നു. സ്പൈഡർമാൻ, മൈൽസ് മൊറാലസ്, സ്പൈഡർ ഗ്വെൻ, അയൺമാൻ, ലൂക്ക് കേജ്, ഡെയർ ഡെവിൾ, അയൺ ഫിസ്റ്റ്, ഡെഡ്പൂൾ എന്നിങ്ങനെ ഒട്ടനവധി സൂപ്പർ ഹീറോസ് ഗോഡ്സില്ലയെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് മാൻഹാട്ടനിലേക്ക് എത്തുന്നതോടെ ഗോഡ്സില്ല ഡിസ്ട്രോയ്സ് ദ മാർവൽ യൂണിവേഴ്സ് എന്ന കോമിക്കിന്റെ ഒന്നാമത്തെ ഇഷ്യൂ ഇവിടെ അവസാനിക്കുന്നു. നിലവിലുള്ള അവഞ്ചേഴ്സിനെ കൊണ്ട് ഗോഡ്സില്ലയെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. എന്തിനേറെ പറയണം, ഗോഡ് ഓഫ് തണ്ടർ ആയ തോർ, പവർ ഹൗസ് ആയ ക്യാപ്റ്റൻ മാർവൽ, ഇവരെ കൊണ്ടൊന്നും സാധിക്കാത്തത് ഇപ്പോൾ അവിടേക്കെത്തിയ അവഞ്ചേഴ്സിന് സാധിക്കുമോ? ബാക്സ്റ്റർ ബിൽഡിംഗിൽ നിന്ന് അപ്രത്യക്ഷരായ സൂപ്പർ ഹീറോസിന് എന്താകും സംഭവിച്ചത്? എല്ലാം അടുത്ത ഇഷ്യൂവിൽ കണ്ടറിയാം.